നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രനെ റഷ്യൻ സേനയിൽ ചേർക്കുന്നതിനായി ഏജൻസി നൽകിയ കരാർ വ്യാജമാണെന്ന ആരോപണവുമായി സന്ദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിലും കല്ലൂർ പാലക്കിപ്പറമ്പിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണലിപ്പുഴ നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അറിയിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ മന്നം സ്മാരക വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ലഹരിക്കെതിരെ നിശ്ചല ദൃശ്യാവിഷ്കാരവുമായി RMHS സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. വേലുപ്പാടം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ദ്യുതി 2024 എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രനെ റഷ്യൻ സേനയിൽ ചേർക്കുന്നതിനായി ഏജൻസി നൽകിയ കരാർ വ്യാജമാണെന്ന ആരോപണവുമായി സന്ദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് യുദ്ധം ചെയ്യുന്നതിനിടെയാണ് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഡോണക്സിൽ വെച്ച് കൊല്ലപ്പെട്ടത്. സന്ദീപ് സ്വമേധയാ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്നും നിർബന്ധപൂർവമോ പ്രലോഭിപ്പിച്ചോ ആവാം സന്ദീപിനെ യുദ്ധത്തിൽ പങ്കാളിയാക്കിയതെന്നും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പറഞ്ഞു. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കണം. ജില്ലാ ഭരണകൂടം വ്യക്തമായിട്ട് നല്ല രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നുണ്ട്. ഇന്നലെ കളക്ടറോട് പറഞ്ഞു, നിരന്തരം സാറിന് വിളിക്കുന്നുണ്ട്, ഒരിക്കലും പ്രശ്നമില്ല, നിങ്ങൾ വിളിക്കണം, നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്കും അറിയാമെന്ന് കളക്ടർ നമ്മളോട് പറഞ്ഞു. നിരന്തരം സന്ദീപിൻ്റെ അനുജനോട് നിരന്തരം എംബസിയിൽ നിന്ന് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു പ്രതീക്ഷയാണ്, എത്രയും പെട്ടെന്ന് സന്ദീപിൻ്റെ നാട്ടിലെത്തിക്കുന്നതെന്ന്. സംഭവത്തിന് പിന്നിൽ മനുഷ്യക്കടത്താണോ എന്ന സംശയവും സുഹൃത്തുക്കൾ പങ്കുവച്ചു. ആദ്യ കരാർ മാത്രമാണ് സന്ദീപിന്റെ കയ്യെഴുത്തുള്ളത്. പിന്നീട് ഏജൻസി സമർപ്പിച്ച കരാറുകൾ അച്ചടിച്ചവയായിരുന്നു. ഇത് സംശയമുണ്ടാക്കുന്നതായും സന്ദീപ് ചതിക്കപ്പെട്ടിരിക്കാമെന്നും സുഹൃത്തുക്കൾ ആരോപിച്ചു. അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ ദിവസം രാത്രി സംസാരിച്ചിട്ട് സത്യം പറഞ്ഞത് ഈ പറഞ്ഞ അവർ കാണിച്ചു തന്ന കുറേ ഡോക്യുമെൻറ്റുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു വ്യാജമാണെന്ന് നമുക്ക് ഒരു നിസ്സംശയം പറയാം. കാരണം എന്താ വെച്ചാൽ അത് അവൻ അവിടേക്ക് പോകാനുള്ള പ്രൈവറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ബ്ലാങ്ക് പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി ചതിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റു 7 പേരും റഷ്യയിലേക്ക് പോയത്. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു. വിഷയത്തിൽ തൃശൂർ റൂറൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടർക്ക് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് നൽകിയെന്നാണ് വിവരം. സന്ദീപ് ഡോണക്സിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സാപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സന്ദീപിന്റെ മരണം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. മാതാപിതാക്കളും ഇളയ സഹോദരനും അടങ്ങുന്ന കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു സന്ദീപ്. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുവാനാണ് റഷ്യയിലേക്ക് സന്ദീപ് പോയത്. സന്ദീപ് എന്ന ചെറുപ്പക്കാരൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ജന്മനാട് ഞെട്ടലോടെയാണ് കേട്ടത്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും സുരക്ഷിതമായ വീട്ടിലേക്ക് മാറണമെന്ന ആഗ്രഹം മാറ്റിവെച്ചാണ് സന്ദീപ് വിടവാങ്ങിയത്. സന്ദീപിന്റെ മരണത്തോടെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് തകർന്നത്. നിലവിൽ റഷ്യയിലെ റസ്തോഫിലാണ് സന്ദീപിന്റെ മൃതദേഹമുള്ളതായി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത്. സന്ദീപിന്റെ മൃതദേഹം എത്തിക്കാൻ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാളക്കല്ല് അധ്യക്ഷനായി.
BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, ഷാജി കോറ്റുകുളം എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ, പ്രജേഷ് വട്ടനാത്ര, മോഹനൻ കളരിക്കൽ, സജിത മണികണ്ഠൻ, KV ഗുരുവായൂരപ്പൻ, ലോകനാഥൻ, വിജയൻ ആമ്പല്ലൂർ, ഷനിൽ ഭാസ്കരൻ, ഉണ്ണികൃഷ്ണൻ പയ്യാക്കര എന്നിവർ നേതൃത്വം നൽകി. ഉടനെ നിയമനം ചെയ്യാനും അധികാരിവർഗം തയ്യാറാകണം. അല്ലെങ്കിൽ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊടിയുടെ നേരം നോക്കാതെ മുഴുവൻ ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരായുള്ള പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടി അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂർ പാലക്കപ്പറമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് ഖണ്ണാറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ, മുരളി പാട്ടത്തിൽ, ജനാർദ്ദനൻ പാലക്കൽ, ശ്രീനി വെളിയത്ത്, ഷീബ നികേഷ്, ശശി പകര, അബ്ബാസ്, അരുൺ പകര, ദീപു എന്നിവർ നേതൃത്വം വഹിച്ചു. ഇന്ന് ഏറെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത് കേരളത്തിന്റെ ഒരു പ്രദേശത്ത് മാത്രമുള്ള വിഷയമല്ല. കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളെ മറയാക്കിക്കൊണ്ട് നമ്മെ ഭരിക്കുന്ന സർക്കാർ, പ്രത്യേകിച്ചും കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മണലിപ്പുഴ നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. വർഷങ്ങളായി ചണ്ടിയും മരങ്ങളും മറ്റും അടിഞ്ഞുകൂടി കിടക്കുന്നതും പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങളും മണൽ നിറഞ്ഞതും ഷട്ടറുകളുടെ കേടുപാടുകൾ മൂലവും പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ കാര്യമായി ബാധിച്ചുവെന്നും അതിനാലാണ് പുഴ കരകവിഞ്ഞ് പുഴയുടെ ഇരുവശങ്ങളിലെ പ്രദേശങ്ങൾ വെള്ളത്തിലായതെന്നും അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. തൃക്കൂർ, അളഗപ്പനഗർ, നെന്മണിക്കര, പുത്തൂർ, പാണഞ്ചേരി, നടത്തറ പഞ്ചായത്തുകളിലും കോർപ്പറേഷന്റെ ചില ഭാഗങ്ങളിലും പ്രളയക്കെടുതി രൂക്ഷമായിരുന്നു. 2016-ൽ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പുഴയുടെ 6 പ്രദേശങ്ങൾ വൃത്തിയാക്കിയതൊഴിച്ചാൽ മറ്റ് കാര്യമായ പ്രവൃത്തികൾ പുഴ നവീകരണത്തിന്റെ ഭാഗമായി നടന്നിരുന്നില്ല. ഇതേ തുടർന്നാണ് മണലിപ്പുഴ നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത്. തൃക്കൂർ പഞ്ചായത്തിലെ മന്നം സ്മാരക വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കാനായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വായനശാലകളുടെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണെന്ന് കളക്ടർ അറിയിച്ചതിനെ തുടർന്ന് MLA ധനകാര്യമന്ത്രി KN ബാലഗോപാലിന് കത്ത് നൽകിയിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ പ്രത്യേക അനുമതി ലഭിച്ചു. ജില്ലാ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. തൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി 28 വർഷമായി RBI ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് പുളിക്കൽ സൺ ടവറിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ബിൽഡിംഗ് ഓണേഴ്സായ PB രാമചന്ദ്രൻ, P നന്ദകുമാർ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ചെയർമാൻ MK സാജു, മാനേജിംഗ് ഡയറക്ടർ CA ജോൺസൺ, വൈസ് ചെയർമാൻ രാഖിൽ മുരളി, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ബാബു, വാർഡ് അംഗം ഷാജു കാളിയങ്കര, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ തോമസ് J ചിറമേൽ, ബിന്ദു നന്ദൻ, CR രമേശ്, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ വിനീഷ, സെയിൽസ് ഓഫീസർ KS അശ്വതി, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ T അപർണ അരവിന്ദ, CRE-മാരായ KB സൂര്യ, UC പ്രസീത എന്നിവർ സന്നിഹിതരായി. നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് RBIയുടെ അനുവദനീയമായ പലിശകൾ മാത്രമാണ് ലോണുകൾക്ക് ഈടാക്കുന്നത്.
കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും ശാഖകളുണ്ട്. സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തതയുടെ മുഖമുദ്ര പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പുളിക്കൽ സൺ ടവർ, പുതുക്കാട്. ഇൻവെസ്റ്റ്മെന്റ്സിനും ലോണിനും വേണ്ടി വിളിക്കേണ്ട നമ്പർ 0480299839. മറ്റൊരു ഫോൺ നമ്പർ 7034407333. ഈ ബിൽഡിംഗ് ഓണേഴ്സ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. വൺ മിസ്റ്റർ രാമചന്ദ്രൻ ആൻഡ് നന്ദകുമാർ സാറ്. അവരും ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ധനകാര്യ സ്ഥാപനം തന്നെയാണ്. തുടർന്ന് ഒരു ധനഗൃഹ പുതുക്കാട് ഈ പുതിയ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റിന്റെ പുതിയ സ്ഥാപനം 39ാമത്തെ ബ്രാഞ്ച്. അത് പ്രത്യേകത നേരത്തെ ഇവിടെ പറഞ്ഞു. പുതുക്കാട് പഞ്ചായത്തില് ഒരു ഇവരുടെ സ്ഥാപനങ്ങൾ ഒരു പഞ്ചായത്തിൽ 2 സ്ഥാപനം. നമുക്കറിയാം, നമ്മൾ 39ാമത്തെ ബ്രാഞ്ചാണ് പുതുക്കാട്. ഇനി വേറെ വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത ബ്രാഞ്ചാണ്. തരൂര് സെൻറ്ററിൽ തന്നെയാണ് എൻ്റെ വീട്. എപ്പോഴും ഞാൻ ഈ വഴി ഒരു 4 വട്ടമെങ്കിലും പാസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ 2ാമത്തെ ബ്രാഞ്ച് പുതുക്കാട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ സാറിനെ ഞങ്ങളങ്ങ് ക്ഷണിക്കാൻ പോയപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരിക്കാനുണ്ടായത്. അപ്പോൾ സാർ പറഞ്ഞ് വരണ്ട, ഞാൻ വന്നേക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് പുതുക്കാട് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുതന്നെയായിരിക്കും നിങ്ങൾ പുതുക്കാടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ മെയിൻ റോഡുകളിലെല്ലാം പട്ടാമ്പിയുടെ ഓരോ ബോർഡ് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ശരിക്കും ഒരു സിഗ്നലാണ്. 4ാമത്തെ ബ്രാഞ്ചാണ് പുതുക്കാട് ഓപ്പൺ ആയിരുന്നത്. വളരെയധികം സന്തോഷം. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം 100 സ്ഥാപനങ്ങളെങ്കിലും വേണം എന്നായിരുന്നു. അപ്പം അതിലേക്ക് ഒരു ധനകാര്യ സ്ഥാപനം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബിസിനസ് പരമായിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറേ നല്ല അനുഭവങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. വളരെ വിപുലമായി നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ 100 ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോടും ഇതിനോടും ആശംസിച്ചുകൊണ്ട്. പക്ഷേ ഈ കമ്പനി ഇത്രയും വർഷമായിട്ടും 5 വർഷമായിട്ടും എൻ്റെ നോട്ടത്തിൽ ഒരാളെ പറ്റിക്കുകയോ ഒരാളെ ഫണ്ട് കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. ലഹരിക്കെതിരെ നിശ്ചല ദൃശ്യാവിഷ്കാരവുമായി RMHS സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. RMHSൽ നിന്നും ആരംഭിച്ച ദൃശ്യാവിഷ്കാര റാലി പ്രിൻസിപ്പൽ ലെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ജംഗ്ഷനിൽ ദൃശ്യാവിഷ്കാര റാലി സമാപിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ, ആളൂർ പോലീസ് ഇൻസ്പെക്ടർ KM ബിനീഷ്, വാർഡംഗം KB സുനിൽകുമാർ, PTA പ്രസിഡന്റ് ഡെന്നിസ് കണ്ണംകുന്നി എന്നിവർ പ്രസംഗിച്ചു. ആളൂർ പോലീസ് ഓഫീസർ KK ജിനേഷ്, വാർഡംഗം ഓമന ജോർജ്, ഗൈഡ്സ് ക്യാപ്റ്റൻ ജൂബി മാത്യു, KR ശ്രുതി, സോജൻ T ജോൺ, OA ഫ്രാൻസിൻ എന്നിവർ നേതൃത്വം നൽകി. ഡാത്തടിയ ഉൾപ്പെടെ വിവിധ സിനിമകളിലും യൂട്യൂബ് വീഡിയോകളിലും പരസ്യചിത്രത്തിലും അഭിനയിച്ച നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു. 35 വയസ്സായിരുന്നു. ചേർപ്പ് വല്ലച്ചിറക്കാരൻ ബെന്നിയുടെയും ഷാൻറ്റിയുടെയും മകനാണ്. കൊമേഡിയനായിട്ടാണ് നിർമ്മൽ ബെന്നി സ്റ്റേജ് പരിപാടികളിലൂടെ അഭിനയ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. 2012 ജയകൃഷ്ണ കാർണവർ സംവിധാനം ചെയ്ത നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെയാണ് സിനിമയിലെത്തുന്നത്. തുടർന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ, സുന്ദർദാസിന്റെ റെബേക്ക ഉദുപ് കിഴക്കേമല, ചന്ദ്രഹാസന്റെ ജോൺ പോൾ വാതിൽ തുറക്കുന്നു, മനു കണ്ണന്താനത്തിന്റെ ദൂരം എന്നീ 5 ചിത്രങ്ങളിൽ അഭിനയിച്ചു. സിനിമയ്ക്ക് പുറമെ പിതാവിനൊപ്പം ബിസിനസ്സിൽ സഹായിയായിരുന്നു സഹോദരി നിമ്മി. വേലുപ്പാടം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ദ്യുതി 2024 എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. PR അഭിനവ് കൃഷ്ണ, B അഭിനവ് കൃഷ്ണ എന്നിവർ മുഖ്യാതിഥികളായി. പ്രധാനാധ്യാപകൻ ജോഫി സി മഞ്ഞളി, വാർഡംഗം കലാപ്രിയ സുരേഷ്, PTA പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, പ്രിൻസിപ്പൽ T കിൻസ് മോൾ, MPTA പ്രസിഡന്റ് സബിയ യൂസഫ്, സ്റ്റാഫ് സെക്രട്ടറി ജീസ് വർഗീസ്, ഫസ്റ്റ് അസിസ്റ്റന്റ് അഞ്ജു ജോസ്, ആർട്സ് സെക്രട്ടറി അലീന ഡെന്നി, കൺവീനർ KD പുഷ്പ എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും വലിയ ഡ്രീമായിട്ടുള്ള ഡാൻസ് സ്കൂളിൽ ഒരുപാട് അന്വേഷിച്ചുകളുടെ പേരാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു കലോത്സവത്തിന് ആ പേര് തന്നെ ചൂസ് ചെയ്തതിൽ വളരെ സന്തോഷം. നമ്മുടെ കഴിവുകൾ കണ്ടെത്തി
അത് വികസിപ്പിക്കുന്നതിലൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാവുകയുള്ളൂ. നല്ല സ്വഭാവത്തിന്റെ കാര്യത്തിലായാലും നല്ല പ്രവർത്തനങ്ങളിലൂടെ ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട് വളർന്നാലാണ് ഒരു നല്ല ഒരു സമൂഹ സൃഷ്ടിയിൽ നമ്മൾ പങ്കാളികളാവുക. ഇത് കഴിഞ്ഞ തവണ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നിശബ്ദരായിരിക്കുക, അതാണ് പ്രധാനം. കേൾക്കാൻ മനസ്സുണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ സാധിക്കും, അതാണ് നമ്മെ വളർത്തുക. എന്നാലും നിങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നവരും അത് ഏറ്റെടുക്കുകയെന്ന് വളരെ നിശബ്ദമായിരിക്കുന്നു. ആദ്യമേ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വഭാവത്തിലുള്ള പുരസ്കാരത്തിന് അർഹയായ നമ്മുടെ നാട്ടുകാരി കുമാരി ശ്രീഷ്മാചന്ദ്രനെ നിങ്ങളുടെ പേരിലും PTA പേരിലും എല്ലാ അധ്യാപകരുടെ പേരിലും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ, അഭിരുചികളെ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുക എന്നതാണ് ഓരോ യുവജനോത്സവ വേദികളുടെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് സാധൂകരിക്കുന്ന രീതിയിൽ നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് തയ്യാറായി മുന്നോട്ട് വരേണ്ടതാണ്. അതിൽ നിന്ന് ആരും തന്നെ പിന്നിലേക്ക് പോകേണ്ടത്. ആമ്പല്ലൂരിൽ ബൈക്കിന് പുറകിൽ ടിപ്പറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ ഞെള്ളൂർ സ്വദേശി ആലപ്പാടൻ വീട്ടിൽ ആന്റണിക്കാണ് പരിക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിന്റെ എതിർദിശയിലേക്ക് ബൈക്ക് യാത്രികൻ തെറിച്ചു വീണു. നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് സയൻസ് എക്കോ എനർജി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ UP വിഭാഗത്തിലെ കുട്ടികൾക്കായി പോസ്റ്റർ നിർമ്മാണം, ക്വിസ് എന്നീ വിവിധ മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 2005 SSLC ബാച്ചിലെ 10C ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത്. പ്രധാന അധ്യാപിക MV ഉഷ, UP വിഭാഗം അധ്യാപിക CT രതി എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരായ ER സനീഷ്, ധന്യ അരവിന്ദ് എന്നിവർ നേതൃത്വം വഹിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് സന്ദർശിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സംവിധാനം അടുത്തറിയാനാണ് വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 50ഓളം പേർ ഉൾപ്പെട്ട സംഘം പഞ്ചായത്ത് സന്ദർശിച്ചത്. പഞ്ചായത്തിന്റെ കീഴിലുള്ള 22 വാർഡുകളെപ്പറ്റിയും വിവിധ വികസന പദ്ധതികളെപ്പറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. പഞ്ചായത്ത് ഓഫീസ് സംവിധാനം, കോൺഫറൻസ് ഹാൾ, വിവിധ വകുപ്പുകൾ എന്നിവയെല്ലാം കുട്ടികൾക്ക് നേരിട്ട് കാണാനുള്ള അവസരവും ലഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, സെക്രട്ടറി ഷജി തോമസ്, ജൂനിയർ സൂപ്രണ്ട് സുമേഷ്, വാർഡ് അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസ്ലി തോമസ് എന്നിവർ സന്നിഹിതരായി. സ്കൂൾ പ്രിൻസിപ്പൽ K രമാദേവി, പ്രോഗ്രാം കോർഡിനേറ്റർ KC ശരണ്യ, അധ്യാപികമാരായ KS ശ്രുതി, P വിനീത, R നിജ എന്നിവർ നേതൃത്വം നൽകി. ആകാശവിസ്മയങ്ങളിലെ വിജ്ഞാനത്തിന്റെ പൊരുൾ തേടി ചന്ദ്രയാൻ 3 വിക്ഷേപണ ഡെമോ നടത്തി വിദ്യാർത്ഥി ശാസ്ത്രജ്ഞർ. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെയും ശാസ്ത്ര ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി വിദ്യാലയവും സെന്റ് ആന്റണീസ് LP സ്കൂളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചാണ് ചന്ദ്രയാൻ പ്രതീകാത്മക വിക്ഷേപണ പ്രദർശനം ഒരുക്കിയത്. വിദ്യാർത്ഥിയായ ഗോഡ്സൺ സിനുവിന്റെ നേതൃത്വത്തിൽ ISROയുടെ മാതൃകയിലുള്ള GSLV Mark 3 മിനി മാതൃക രൂപപ്പെടുത്തി. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രീയമായ രീതിയിൽ നിക്രോം കോയിൽ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് റിമോട്ട് കൺട്രോളിലൂടെ 50 അടി ഉയരത്തിൽ ചന്ദ്രയാന്റെ ഭ്രമണപഥത്തിൽ ലോഞ്ച് ചെയ്തുകൊണ്ടാണ് വിക്ഷേപണ പ്രദർശനം പൂർത്തിയാക്കിയത്. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ വിക്ഷേപണ ലോഞ്ചിംഗ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ്, പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ്, സെന്റ് ആന്റണീസ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ KJ സെബി, PTA പ്രസിഡന്റ് PC ജോസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, ഡോക്ടർ സീന, PTA പ്രതിനിധികളായ റീന സാബു, ജിത ലൈജു, സദാശിവൻ, ബിജി ജെയ്സൺ എന്നിവർ സന്നിഹിതരായിരുന്നു. അധ്യാപകരായ ജലിബ്സ് പോൾ, ജെൽമ K കിഴക്കൂടൻ, ജെമ്മ വർഗീസ്, ജിജു ആന്റണി, K നിമൽ, ബെന്നി ജസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി. സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തികവും കാർഷികവുമായ ആവശ്യങ്ങൾ കത്താണിയായ 8 പതിറ്റാണ്ടോളം പ്രവർത്തിച്ചുവരുന്ന വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ 2ാമത് ശാഖ വെണ്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. വെണ്ടൂർ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശത്തായി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കാലാവസ്ഥ.
കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 27 രാവിലെ 10 ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അസൽ രേഖകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. അജൈവ മാലിന്യ ശേഖരണത്തിനായി അളഗപ്പ നഗർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വാഹനമായ ഈ ഓട്ടോ ദിവസവേതന അടിസ്ഥാനത്തിൽ ഓടിക്കാൻ താൽപര്യമുള്ള ആളുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. 20നും 55നും ഇടയിൽ പ്രായമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സ്ത്രീകൾക്ക് മുൻഗണന. ഈ മാസം 30 വൈകുന്നേരം 4 മണിവരെ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. ആനന്ദപുരം ആലത്തുവീട്ടിൽ കുട്ടപ്പൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രിയൻ ആലത്ത്, പ്രവീഷ്, പ്രദീപ് എന്നിവർ മക്കളും കലിക പ്രിയൻ, വിജി പ്രവീഷ്, സിന്ധു പ്രദീപ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രനെ റഷ്യൻ സേനയിൽ ചേർക്കുന്നതിനായി ഏജൻസി നൽകിയ കരാർ വ്യാജമാണെന്ന ആരോപണവുമായി സന്ദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിലും കല്ലൂർ പാലക്കപ്പറമ്പിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണലിപ്പുഴ നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അറിയിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ മന്നം സ്മാരക വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ലഹരിക്കെതിരെ നിശ്ചല ദൃശ്യാവിഷ്കാരവുമായി RMHS സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. വേലുപ്പാടം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ദ്യുതി 2024 എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.